ജുനൈദ് അഹമ്മദ് IASൻ്റെ സ്ട്രഗിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു ടോപ്പ് സ്ട്രാറ്റജി അഥവാ ടോപ്പ് സ്ട്രഗിൾ സീരീസ് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ബിക്കോസ് പ്രിപ്പറേഷൻ്റെ സമയത്ത് അതിപ്പോൾ CGL ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, UPSC ആയിക്കോട്ടെ, ഏതിനും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ സ്റ്റോറീസൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഭയങ്കര നല്ലതാണ്. സോ ഫിഫ്ത്ത് അറ്റംപ്റ്റിലാണ് ജുനൈദ് അഹമ്മദ് ഓൾ ഇന്ത്യ റാങ്ക് 3 അച്ചീവ് ചെയ്യുന്നത്. ഡെസ്പൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇത്രയും സ്ട്രഗിൾസ് നിറഞ്ഞായിട്ട് പോലും അദ്ദേഹം എക്സാം അൾട്ടിമേറ്റ്ലി ക്രാക്ക് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 10th അദ്ദേഹം അറൌണ്ട് 60% സ്കോർ ചെയ്യുന്നു, 12th ഏകദേശം 62% സ്കോർ ചെയ്യുന്നു, ഡിഗ്രി അദ്ദേഹം ജസ്റ്റ് ഒന്ന് പാസ്സാവുന്നു. ഈവൻ ആഫ്റ്റർ ദാറ്റ് അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 5 അറ്റംപ്റ്റോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് അദ്ദേഹം ഓൾ ഇന്ത്യ റാങ്ക് 3 അച്ചീവ് ചെയ്യുന്നുള്ളത് ഇവിടെ. സോ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും ഒരുപാട് തോട്ട് ഉണ്ടാവും, ലൈക്ക് വിൽ യു ബി ഏബിൾ ടു ക്രാക്ക് ദി എക്സാം, കിട്ടുമോ ഇല്ലേ, എന്താ സംഭവിക്കുക, ഇല്ലെങ്കിൽ എന്താവും എന്നൊക്കെ ആലോചിച്ചിട്ട് സ്ട്രഗിൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇതുപോലത്തെ ടോപ്പേഴ്സിൻ്റെ സ്റ്റോറീസ് ഒന്ന് കേട്ടിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏർലി ഇയേഴ്സിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഫൈനലി റിസൾട്ട്സ് കിട്ടാറുണ്ട്. ഇദ്ദേഹം 10 hours എങ്കിലും അറ്റ്ലീസ്റ്റ് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഓരോ ദിവസവും. സീരിയസ്ലി അവിടെ 6 hours 5 hours ചില ദിവസങ്ങളിലൊക്കെ ഡീമോട്ടിവേറ്റ് ഫീൽ ചെയ്യാം. ഈവൻ ദോ അദ്ദേഹത്തിന് അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്ട്രഗിളാണ് അദ്ദേഹത്തിന് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വരുന്നത്. 4th അറ്റംപ്റ്റിൽ അദ്ദേഹം ഇൻ്റർവ്യൂ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈവൻ ആഫ്റ്റർ ദാറ്റ് അദ്ദേഹം സെലക്ട് ആയില്ല. 5th അറ്റംപ്റ്റിൽ അദ്ദേഹത്തിന് 3rd റാങ്കാണ് കാത്തിരിപ്പുണ്ടായിരുന്നത്. സോ എന്തിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, SSC ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, UPSC ആയിക്കോട്ടെ, NEET ആയിക്കോട്ടെ, IIT JEE ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, it is not talent, it is consistency and patience that will help you crack UPSC, SSC, RRB. Failures are not the opposite of success, they are part of success. So എപ്പോഴും നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ ഔട്ട്പുട്ട് കൊടുക്കുക. പ്ലസ് UPSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ SSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമ്മൾ വീഡിയോസ് ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. പ്ലസ് ഒരു ഗൈഡൻസ് ആവശ്യമുണ്ടെന്നാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്ത് അഡ്മിൻ ഞാൻ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മന്ത്ലി 500 rupees ഫീസ് വരുന്ന ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ബാച്ച് നമ്മൾ 100% സിലബസ് കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം.